ഷീബയുമാണ് നിൽക്കുന്നത്. ആരാണ് പറഞ്ഞത്? യേശു. കുറച്ചും കൂടി നീങ്ങുന്നേ, പുരുഷൻ്റെ കുറച്ചും കൂടി നീങ്ങുന്നേ. അങ്ങനെ യേശുദാസും ഷീബയുമാണ് നിൽക്കുന്നത്. ഒരു കൊച്ചു കുഞ്ഞിനെ കരങ്ങൾ പിടിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് എന്നിപ്പോൾ നമുക്ക് കേൾക്കാം, ശ്രദ്ധയോടെ കേൾക്കാം. യേശുദാസ് സംസാരിക്കും. പ്രിയമുള്ള വിശ്വാസ കുടുംബങ്ങളെ, ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് ഈ വേദിയിലൂടെ നിൽക്കുന്നത്. എല്ലാവർക്കും എന്നെ അറിയാം, ഏകദേശമുള്ളവർക്കൊക്കെ എന്നെ അറിയപ്പെടുന്ന ഒരാൾ തന്നെയാണ്. എൻ്റെ പേര് യേശു. യേശു എന്നൊരു വ്യക്തി ഇവിടെ നിൽക്കുമ്പോൾ അത്ഭുതം തോന്നുന്നുണ്ടാവും. യേശു തന്നെയാണ് ഞാൻ. ഭാര്യ ഷീബ. നെന്മാറയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ തൊഴിൽ ആംബുലൻസിലെ ഡ്രൈവറാണ്. വർഷങ്ങൾക്ക് മുന്നേ, ഒരു 10-25 വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ഇവിടെ ഒരു ഓട്ട് കമ്പനിയിലെ സാധാ ഒരു തൊഴിലാളിയായിട്ട് ഞാനും എൻ്റെ ഭാര്യയും ഇവിടെ പണിയെടുത്തുകൊണ്ടിരുന്നതാണ്. ആ സമയത്ത് നമ്മുടെ ധ്യാന കേന്ദ്രത്തെക്കുറിച്ച് അറിഞ്ഞു, ഇവിടെ വന്നു. മക്കളില്ലായിരുന്നു. അങ്ങനെ ഒത്തിരി വിഷമത്തോടും വേദനയോടുകൂടി ധ്യാനത്തിൽ പങ്കെടുത്ത് വന്നും പോയിക്കൊണ്ടിരുന്നു. അതിനിടയിലാണ് ഇവിടെ നിന്നൊക്കെ പോകാനിടയായത്. അതിനുശേഷം ഞാൻ ഡ്രൈവറായി മാറി, ആംബുലൻസ് ഓട്ടോറിക്ഷ തൊഴിലാളിയായിട്ട് മാറി. അതിലൂടെ ഞാൻ അർഹതപ്പെട്ടവർക്ക് സൗജന്യ യാത്ര ഈ ധ്യാന കേന്ദ്രത്തിൽ വന്നും പോയിക്കൊണ്ടിരിക്കുമ്പോൾ ക്യാൻസർ രോഗികൾ, കിടപ്പ് രോഗികൾ, കിഡ്നി രോഗികൾ എന്നിവർക്കെല്ലാം 10-30 കിലോമീറ്റർ പ്രദേശത്ത് നെന്മാറ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത് പോണവരെയും വീട്ടിൽ നിന്ന് ആശുപത്രിക്ക് കൊണ്ടുവരികയൊക്കെ സൗജന്യ യാത്ര ചെയ്തുകൊണ്ടിരുന്നു. അതിനുപരി ആംബുലൻസ് ഡ്രൈവറായി മാറി. അതിനുശേഷമാണ് സ്റ്റെപ്പായി ദൈവം എനിക്കൊരു വഴിയൊരുക്കി തന്നത്. മക്കളില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാനും ഭാര്യയും 10-15 വർഷങ്ങളായിട്ട് ആദ്യ വെള്ളിയാഴ്ച വന്നും പോയിക്കൊണ്ടൊക്കെ ഇരുന്നു. അങ്ങനെ ഇരിക്കെ ഒത്തിരി ട്രൈബ് വിഭാഗത്തിൽപ്പെട്ടവരെല്ലാം പ്രസവത്തിന് ഞാൻ തന്നെ നേരിട്ട് ജില്ലാസ്പത്രി കൊണ്ടുപോയി എത്തിക്കുകയും വരികയും ചെയ്തിട്ടുണ്ട്. സൗജന്യ യാത്രയായിട്ടൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നതാണ്. അതോടൊപ്പം തന്നെ മൃതശരീരങ്ങളായിക്കോട്ടെ, എത്ര പഴക്കമുള്ള മൃതശരീരം ആയിക്കോട്ടെ, ഞാൻ വാരിയെടുക്കും ഈ 2 കയ്യിൽ. അതിനൊന്നും ഒരു തടസ്സമില്ല. അങ്ങനെയൊക്കെ ഞാൻ ഒത്തിരി ചെയ്തുകൊണ്ടിരുന്നു. അതോടൊപ്പം തന്നെ 2023 ഇവിടെ കൺവെൻഷൻ, 4 ദിവസത്തെ കൺവെൻഷൻ ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഞാനും ഭാര്യയും ഇവിടെ ആംബുലൻസും കൊണ്ട് വരുമ്പോൾ അച്ഛനോട് ഞങ്ങൾ കണ്ട് അച്ഛൻ ഞങ്ങളെ സംസാരിച്ചിരുന്നു. സഹനപ്പോക്കൾ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിവിടെ വരികയാണെങ്കിൽ ഈ പ്രദേശത്തുള്ള ഒരുപാട് കിടപ്പ് രോഗികളെല്ലാം ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ ധ്യാനത്തിൽ പങ്കെടുപ്പിക്കാൻ ഒരു സഹായമാകും. നിങ്ങളെ കൊണ്ട് കഴിയുമോ ചോദിച്ചു. ഞാൻ സന്തോഷത്തോടു കൂടി സ്വീകരിച്ചു. ഭാര്യയാണെങ്കിൽ നിങ്ങൾ വീട്ടിലേക്ക് വരണ്ട, നിങ്ങൾ ധ്യാന കേന്ദ്രത്തിൽ പോയി കിടന്നോളൂ, നിങ്ങൾ വേണ്ട, ഞാനിവിടെ ഒറ്റയ്ക്ക് ഇരുന്നോളാൻ പറഞ്ഞു. അങ്ങനെ ഒരാളാണ്. അങ്ങനെ ഞാനിവിടെ 3 ദിവസം ഇവിടെ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം കൂടി. 4ാമത്തെ ദിവസം ഞാനും ഭാര്യയും കൂടി അച്ഛനെ വന്ന് കണ്ടപ്പോൾ മക്കളില്ലാത്തതിൻ്റെ വേദന ഞാൻ പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, നീ പോടാ, 1 വർഷം കൊണ്ട് ദൈവം എനിക്കൊരു കുഞ്ഞിനെ തരും, പേടിക്കൊന്നും വേണ്ട, ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും എന്ന് പറഞ്ഞ് മുട്ടിൽമേൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ച ശേഷം 2 മിഠായി തന്ന് പറഞ്ഞു വിട്ടു. അങ്ങനെ ഞാൻ വീട്ടിൽ പോയി. ഞങ്ങൾ വേറൊരു മാർഗമാണ് കണ്ടത്. ഞങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ട് വേദനയോട് കൂടിയിട്ട് പറഞ്ഞു. അപ്പോൾ അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം ദൈവം തരികയാണെങ്കിൽ തരട്ടെ, അല്ലെങ്കിൽ വേണ്ട എന്ന് ഞങ്ങൾ ഇരുന്നു കൊണ്ടിരിക്കുമ്പോഴാണ് പ്രതീക്ഷിക്കില്ലാതെ ഒരു സംഭവം നടന്നു. വീട്ടിലെ ഭാര്യയുടെ അപ്പം മരണപ്പെട്ടു പോയി. ആ സമയത്ത് വിശേഷമായിട്ടുണ്ടായിരുന്നു. പേടിച്ചു, ഇവളും പറയാതിരുന്നു. അത് കഴിഞ്ഞ് 40 വെക്കാവുന്ന സമയത്ത് 40 വെക്കണ്ട പറഞ്ഞു, നടത്തണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷം എന്താണെന്ന് അറിയാതെ ഡോക്ടറെ പോയി കണ്ടപ്പോഴാണ് ഡോക്ടർ പറഞ്ഞ് വിശേഷമായി, ദൈവം ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തന്നു പറഞ്ഞു. എത്ര വർഷം? 30 വർഷത്തിന് ശേഷമാണ്. 30 വർഷത്തിന് ശേഷം ദൈവം നൽകിയ ഒരു സ്നേഹ സമ്മാനമാണ് ഇപ്പോൾ ഈ അമ്മയുടെ കയ്യിലിരിക്കുന്നു. ചിന്തിക്കാമോ? അങ്ങനെ നിത്യജീവന്റെ മുമ്പിൽ വെച്ച് യേശുദാസും ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത്, സങ്കടം പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഈ എളിയവർക്ക് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. ഈ വചനത്തിൻ്റെ അഭിഷേകം, യേശുദാസേ മോനെ, ദൈവം നിന്നെ അനുഗ്രഹിക്കും എന്ന് 2 മിഠായി കൊടുത്ത് യാത്രയാക്കിയതാണ്. അതിൻ്റെ ഫലമായി 30 വർഷങ്ങൾക്ക് ശേഷം ദൈവം നൽകിയ സ്നേഹ സമ്മാനമാണ് യേശുദാസും എൻ്റെ ഭാര്യ ഷീബയും ഇപ്പോൾ കൈ പിടിച്ച് നിൽക്കുന്നത്. കാര്യങ്ങൾ ഉയർത്തിയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞ്, കാര്യങ്ങൾ ഉയർത്തിയടിച്ച് നന്ദി പറഞ്ഞ് ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും
സർവശക്തനായവനേ, സർവശക്തനായവനേ, സർവശക്തനായവനേ. എന്തിനാണ് ആൾത്താരിൽ ഇരുത്തിയെന്ന് അറിയാമോ? 2000-3000 താഴെ കുഞ്ഞുങ്ങളെ ഈ ആൾത്താരിൽ ഇരുത്തിയിട്ടുണ്ട്. ഇതിനകത്ത് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാരുണ്ടെങ്കിൽ അടുത്ത വർഷം ഈ ഡേറ്റിൽ 2 കുഞ്ഞുങ്ങളെ എടുക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ആ കുഞ്ഞിനെ ആൾത്താരിൽ ഇരുത്തിയ. കരങ്ങൾ ഉയർത്തിയടിച്ച് കത്തോട് നന്ദി പറയാം. സാക്ഷ്യം നൽകുന്നു സീമ ഷാജി. എൻ്റെ പേര് സീമ ഷാജു. ഞാൻ ഓളരിയിൽ നിന്നാണ് വരുന്നത്. ഞാൻ എൻ്റെ വെല്ലുമിച്ചിക്ക് വേണ്ടിയാണ് ആദ്യം തന്നെ സാക്ഷ്യം പറയുന്നത്. എൻ്റെ വെല്ലുമിച്ചിക്ക് 1-2 വർഷങ്ങൾക്ക് മുൻപ് ഹാർട്ടിന് ബ്ലോക്ക് വന്നിരുന്നു. അപ്പോൾ 3 ബ്ലോക്കാണെന്ന് ഡോക്ടർ പറഞ്ഞു. 2 ബ്ലോക്ക് ആൻജിയോഗ്രാം ചെയ്ത് ബ്ലോക്കൊക്കെ തീർത്തു. പക്ഷേ ഒരു ബ്ലോക്ക് തീരാൻ സാധിക്കുന്നില്ല. എന്തെന്നാൽ ഓപ്പൺ സർജറി അത്യാവശ്യമാണെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഞാൻ ഇവിടെ ജെറുസലേമിലേക്ക് കഴിയാവുന്ന വെള്ളിയാഴ്ചകളിലെല്ലാം ജെറുസലേമിലേക്ക് വന്ന് ശുശ്രൂഷകളിൽ പങ്കെടുക്കുമായിരുന്നു. എൻ്റെ മക്കളും എൻ്റെ കൂടെ വരുമായിരുന്നു. അങ്ങനെ ഞാൻ എല്ലാവരും പറഞ്ഞു ഒന്നും പറ്റില്ല എന്ന് പറയുന്ന സമയത്ത് ഞാൻ ജെറുസലേം നാഥനോട് പ്രാർത്ഥിച്ചു. അച്ഛൻ വളരെ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇവിടെ ഞാൻ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ തന്നെ ദിവ്യവൈദ്യനും ഔഷധവുമായി യേശുവേ എന്നിൽ വന്ന് നിറയണമേ, പൂർണ്ണമായി എന്നെ സുഖപ്പെടുത്തണമേ എന്ന ജെറുസലേമിൻ്റെ ഈ പ്രാർത്ഥന പൂർണ്ണമായും ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. എൻ്റെ വെല്ലുമിച്ചിയെ സുഖപ്പെടുത്തണമേ, ഓപ്പൺ സർജറി കൂടാതെ തന്നെ എൻ്റെ വെല്ലുമിച്ചി സുഖം പ്രാപിക്കണമേ, മരുന്നുകൊണ്ട് രക്ഷപ്പെടണമേ എന്നൊക്കെ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. പിന്നീട് ഡോക്ടർ സ്കാൻ ചെയ്തു. വീണ്ടും കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല, ഓപ്പൺ സർജറിയുടെ ആവശ്യമില്ല, അമ്മച്ചിക്ക് മരുന്ന് കൊണ്ട് തന്നെ അസുഖം ഭേദപ്പെടും എന്ന് പറഞ്ഞു. രണ്ടാമതായി ഞാൻ പറയുന്നത് എൻ്റെ അച്ഛന് വേണ്ടിയിട്ടാണ്. എൻ്റെ അച്ഛൻ 1.5 വയസ്സുള്ളപ്പോൾ പിള്ളവാതം ബാധിച്ചിരുന്നു. എൻ്റെ അച്ഛൻ ഇപ്പോൾ വീട് പണിയുടെ അവസാന ഘട്ടങ്ങളിലായിരുന്നപ്പോൾ 65 വയസ്സുള്ള ജോൺസൺ എന്ന് പറയുന്ന എൻ്റെ അച്ഛന് പൂർത്തീകരിക്കാൻ പറ്റാത്ത അവസ്ഥകളിലായിരുന്ന സമയത്ത് അച്ഛന് ഹാർട്ടിന് ബ്ലോക്ക് വന്നു. അച്ഛൻ്റെ ഹാർട്ട് ചെരിഞ്ഞിരിക്കുന്നു എന്നാണ് ഡോക്ടർ പറഞ്ഞിരുന്നത്. 2 ബ്ലോക്ക് ആൻജിയോഗ്രാം ചെയ്ത് നോക്കി, ആൻജിയോപ്ലാസ്റ്റി ചെയ്യാം, പക്ഷേ ഒരു ബ്ലോക്കിന് വീണ്ടും സാധിക്കുന്നില്ല, ഓപ്പൺ സർജറി തന്നെ അത്യാവശ്യമാണെന്ന് ഹാർട്ട് ഹോസ്പിറ്റൽ രാജീവ് സക്രിയ ഡോക്ടർ പറഞ്ഞിരുന്നു. എന്നാൽ ഡോക്ടർ പറഞ്ഞു അച്ഛന് ഭയങ്കര പേടിയാണ്, ഞാൻ മരിച്ചു പോകുമെന്നുള്ള ഭയമായിരുന്നു. എന്നാൽ ഡോക്ടർ പറഞ്ഞു ലിസി ഹോസ്പിറ്റൽ ജോസഫ് സാർ എന്ന് പറയുന്ന സാറിൻ്റെ അടുത്തേക്ക് ജോൺസനെ ഞാൻ അയക്കാം, ഒന്നും തന്നെ സംഭവിക്കുകയില്ല എന്ന് പറഞ്ഞു. എങ്കിലും അച്ഛന് പേടിയായിരുന്നു. ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചിരുന്നു. ജെറുസലേമിലെ പട്ടത്തച്ഛനോട് ഞാൻ പറഞ്ഞിരുന്നു അച്ഛൻ ഇങ്ങനെയാണ് പറയുന്നത്. അച്ഛൻ പറയും ഒന്നും തന്നെ ഉണ്ടാവില്ല, സർജറി നല്ല സക്സസ് ആവും, ഒരു കംപ്ലൈൻറ്റും ഇല്ല എന്ന് പറഞ്ഞു. അച്ഛൻ എനിക്കൊരു മിഠായി ആശീർവദിച്ചു തന്നു, ഇത് അച്ഛന് കൊടുക്കണമെന്ന് പറഞ്ഞു. ആ സമയത്ത് എനിക്ക് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ച് പോകാൻ, അസ്വസ്ഥതകൾ അനുഭവിക്കുന്ന സമയത്താണെങ്കിൽ പോലും ഞാൻ വിശ്വസിച്ചു ജെറുസലേം നാഥന് അസാധ്യമായതൊന്നുമില്ല എന്ന്. ഞാനത് വേഗം അച്ഛൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊടുത്തു. അച്ഛൻ പേടിക്കേണ്ട, അച്ഛൻ്റെ ഓപ്പറേഷനൊക്കെ സക്സസ് ആവുമെന്ന് പറഞ്ഞു. ഞാൻ മരിയൻ സഖ്യ പ്രാർത്ഥനയിൽ പങ്കെടുത്തിരുന്നു. അച്ഛൻ്റെ മകൾക്കും ഞാൻ ആ പ്രാർത്ഥനയിൽ ലിങ്ക് അയച്ചിരുന്നു. അതുപോലെ തന്നെ 9:30 പ്രയർ ലൈനിലും ഞാൻ പങ്കെടുത്തിരുന്നു. അപ്പോൾ ഞാൻ അച്ഛനോട് പ്രാർത്ഥനാ സഹായം അപേക്ഷിക്കുമ്പോൾ അച്ഛൻ പറയും ഓപ്പറേഷൻ സക്സസ് എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛന് ഒരു കുഴപ്പമില്ലാതെ എൻ്റെ അച്ഛന് പൂർണ്ണമായും ഓപ്പറേഷൻ സക്സസ് ആയി. ഓഗസ്റ്റ് 29 ലിസി ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആവുകയും അവിടെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഓപ്പറേഷൻ നടക്കുകയും ഇപ്പോൾ 3 മാസമായി അച്ഛൻ എല്ലാ മാസത്തിലും ചെക്കപ്പിന് പോയിരുന്നു. ഇപ്പോൾ അവസാന മാസത്തിൽ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പവുമില്ല, 3 മാസം കൂടി കഴിഞ്ഞ് ഒരു ചെക്കപ്പിന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഹാർട്ട് ഹോസ്പിറ്റൽ രാജീവ് സക്രിയ ഡോക്ടറെ തന്നെ കണ്ടാൽ മതി എന്ന് പറഞ്ഞു. ജെറുസലേം നാഥനും നാഥയ്ക്കും നന്ദി. മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത് എൻ്റെ മകളുടെ +2 പരീക്ഷ കഴിഞ്ഞ് ഫുൾ A+ വിജയം നൽകി ജെറുസലേം നാഥൻ അനുഗ്രഹിച്ചു. അപ്പോൾ എന്ത് കോഴ്സ് എടുക്കണമെന്ന് തീരുമാനമില്ലായിരുന്നു. ഞാൻ പറഞ്ഞു നീ ജെറുസലേമിൽ വരണം, പ്രാർത്ഥിക്കണം, പട്ടത്തച്ഛനോട് ചോദിക്കണം ഞാൻ എന്ത് കോഴ്സാണ് അച്ഛൻ എടുക്കേണ്ടത് നീ ചോദിക്കണം എന്ന് പറഞ്ഞു. ഈശോയുടെ ആഗ്രഹം എന്താണെന്ന് നമുക്കറിയണം എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ അവളെ കണ്ടപ്പോൾ പറഞ്ഞു നീ നഴ്സിങ്ങിന് പോ എന്ന് പറഞ്ഞു. അവൾക്ക് വളരെ വിഷമമായിരുന്നു. എന്നാലും വീണ്ടും കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും വന്നു. അച്ഛൻ എന്ത് പറയുമെന്നറിയാൻ വീണ്ടും ചോദിച്ചു. നീ നഴ്സിങ്ങിന് പോ എന്ന് തന്നെ മറുപടി പറഞ്ഞു. അവൾക്കൊരു വാശിയായിരുന്നു എനിക്ക് LBS എന്നെ സീറ്റ് കിട്ടണമെന്ന്. ഫുൾ മാർക്ക് ഇല്ലാതെ 2 മാർക്ക് കുറവുള്ളതിനാൽ 298.33 ഉള്ളൂ അവൾക്ക്. 300 ഇല്ലാത്തതിനാൽ സെൽഫ് ഫിനാൻസിങ്ങിൽ അവൾക്ക് LBS സെൻറ്റ് ജെയിംസ് അക്കാദമിയിൽ അവൾക്ക് BSc നഴ്സിംഗ് സീറ്റ് ലഭിച്ചു. അച്ഛൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു
അച്ഛൻ ഞങ്ങൾക്ക് സീറ്റ് ലഭിച്ചു, സെൻറ്റ് ജെയിംസിലാണ് എന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു പേടിക്കാനൊന്നുമില്ല, ചാലക്കുടിയിലല്ലേ എന്തേന്ന് പറഞ്ഞു. അപ്പോൾ അവൾ വീണ്ടും ആഗ്രഹിച്ചിരുന്നു എനിക്ക് അമല ഹോസ്പിറ്റലോ ജൂബിലി മിഷൻ ഹോസ്പിറ്റലോ എനിക്ക് കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ട് അച്ഛാന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു കിട്ടിയെടുത്ത് ചേരൂ എന്ന് പറഞ്ഞു. അവസാനം ഞാൻ എൻ്റെ മകളോട് പറഞ്ഞു ഈശോ ആഗ്രഹിക്കുന്നത് എന്താണെങ്കിൽ മകളെ നടക്കട്ടെ എന്ന് പറഞ്ഞു. അവൾ പറഞ്ഞു എനിക്ക് ഈശോയുടെ ആഗ്രഹം പോലെ നടന്നാൽ മതി. ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് എല്ലാം നന്മയ്ക്കായി ക്രമീകരിക്കുന്ന അത്ഭുത സാക്ഷി 3 സാക്ഷ്യങ്ങളാണ് പറഞ്ഞത്. നമുക്ക് കൈകളടിച്ച് നല്ല ദൈവത്തോട് നമുക്ക് നന്ദി പറയാം. കരങ്ങൾ ഉയർത്തിയടിച്ച് കർത്താവിന് നന്ദി പറയാം. സാക്ഷ്യം നൽകുന്നു ആന്റണി. എൻ്റെ പേര് ആൻ്റണി എന്നാണ്. ഞാൻ വരുന്നത് വടക്കഞ്ചേരി ലൂർദ് മാതാ ഫൊറോന പള്ളിയിൽ നിന്നാണ് വരുന്നത്. ഞാൻ പറയുന്ന സാക്ഷ്യം, എനിക്ക് 5-ാം മാസം 14-ാം തീയതി ഈ ഒരു സൈഡ് മൊത്തം തളർന്നു പോയി. അപ്പോൾ ഞങ്ങൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു എത്രയും പെട്ടെന്ന് തൃശ്ശൂർ ജൂബിലിയിലേക്ക് പോകാൻ പറഞ്ഞു. ഞാൻ അവിടെ പോയപ്പോൾ അവിടുത്തെ ഡോക്ടർ ഇല്ലാത്തത് കൊണ്ട് എന്നെ പെട്ടെന്ന് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തു. മെഡിക്കൽ കോളേജിൽ പോയപ്പോൾ അവിടെ ആദ്യം എനിക്ക് സ്കാൻ ചെയ്യാനായിട്ട് പറഞ്ഞപ്പോൾ CT സ്കാൻ ചെയ്തു. CT സ്കാൻ ചെയ്തപ്പോൾ അവർ പറഞ്ഞു തലയിൽ എന്തോ ഒരു വെള്ള പാട കെട്ടിയ പോലെയാണ് കാണുന്നത്. അപ്പോൾ അതെന്താണെന്നൊന്ന് MRI എടുത്ത് നോക്കണമെന്ന് പറഞ്ഞപ്പോൾ MRI എടുത്ത് നോക്കിയപ്പോൾ അവർ പറഞ്ഞു തലയിൽ ബ്രെയിൻ ട്യൂമറാണ്, അത് മൊത്തം വ്യാപിച്ച് ഈ ഭാഗം മുഴുവനായത് കാരണം കൊണ്ട് എനിക്ക് ഈ സൈഡ് മൊത്തം തളർന്നു പോയി, ഇടത് സൈഡ് മൊത്തം തളർന്നു പോയി. അപ്പോൾ എന്നോട് പറഞ്ഞു ഇപ്പോൾ ഇവിടെ ഡോക്ടേഴ്സ് ഇല്ലാത്തത് കൊണ്ട് നിങ്ങളെ ഒരു കാര്യം ചെയ്യാം, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യാം എന്ന് പറഞ്ഞു. ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോയപ്പോൾ അവിടെ ഡോക്ടർ പറഞ്ഞു ഒരു കാരണവശാലും ആൾക്ക് ഫിക്സ് കൂടെ വന്നതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഈ മകനെ നിങ്ങൾ തിരിച്ചു കൊണ്ടുപോയിക്കോളൂ, 80% ആൾ ഡൗണായി പോയിരിക്കുകയാണ്, ബാക്കി 20% ആൾക്ക് ജീവൻ ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ തിരിച്ച് ഞങ്ങളുടെ ബന്ധു തിരിച്ച് വടക്കഞ്ചേരിയിലേക്ക് എന്നെ വരുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഏതോ ഒരു അമ്മച്ചി വന്ന് പറയുന്നുണ്ടായിരുന്നു ജപമാല ചെല്ല് മോനെ, ജപമാല ചെല്ല് എന്ന് 2 പ്രാവശ്യം പറഞ്ഞു. അപ്പോൾ ഞാൻ പെട്ടെന്ന് എനിക്ക് ബോധം വന്നപ്പോൾ ഞാൻ ചോദിച്ചു ആരാടി ഇവിടെ ഇരുന്ന് ജപമാല ചെല്ലാനായിട്ട് പറയുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു ഇവിടെ ഒരാളുമില്ല ജപമാല ചെല്ലാനായിട്ട്, ഞാനും കുഞ്ഞും മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ ബോധം നഷ്ടപ്പെട്ടു. പിന്നെ ബാക്കി എനിക്കൊന്നും അറിയില്ല. എന്നെ തിരിച്ച് അവർ വീണ്ടും വീട്ടിൽ കിടന്ന് മരിക്കുകയാണെങ്കിൽ മരിക്കേണ്ട, അവർ പാലിയേറ്റീവ് ആയിട്ട് ഞങ്ങളുടെ വടക്കഞ്ചേരി വള്ളിയോട് ഹോസ്പിറ്റലിൽ എന്നെ തിരിച്ചു കൊണ്ടുപോയി. അവിടെ എന്നെ റൂമിലാക്കി അവർ പറഞ്ഞു ഇനി അവിടെ കിടന്ന് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് എനിക്ക് രോഗിലേപനം തന്നു. രോഗിലേപനം തന്നത് ഞങ്ങളുടെ കൊച്ചച്ഛനായ പുതിയതായി വന്നിട്ടുള്ള പട്ടം സ്വീകരിച്ചൊരച്ഛനാണ് കൊണ്ടു തന്നത്. ആ അച്ഛൻ രോഗിലേപനം തന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഞാൻ കാണുന്നത് നമ്മുടെ പട്ടത്തച്ഛനെ കാണുന്നു. പട്ടത്തച്ഛൻ വിളിക്കുന്നത് ജോബിമോനെ എന്ന് പറഞ്ഞ് വിളിക്കുന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഞാൻ നോക്കിയപ്പോൾ വീഡിയോ കോളിൽ പട്ടത്തച്ഛൻ വിളിച്ചിട്ട് പറഞ്ഞു മോനെ ഒന്നുകൊണ്ടും പേടിക്കണ്ട, മോൻ്റെ ഏത് സൈഡാണ് പ്രശ്നമുള്ളതെന്ന് പറഞ്ഞപ്പോൾ അവർ ബന്ധുക്കൾ പറഞ്ഞു എൻ്റെ വലത് സൈഡാണ് പറഞ്ഞു. എന്നോട് പറഞ്ഞു അച്ഛൻ പറഞ്ഞു ഒന്ന് പൊക്കാൻ പറഞ്ഞപ്പോൾ എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ എൻ്റെ ബന്ധുക്കൾ ഭാര്യയും എല്ലാവരും കൂടെ ചേർന്ന് കൈ പൊക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് കൈ പൊക്കാനായിട്ടുള്ളൊരു ഭാഗം കിട്ടി. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഒന്നുകൊണ്ടും പേടിക്കണ്ട, 3 ആഴ്ച കഴിഞ്ഞ് ഇവിടെ വന്ന് നീ സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. ഞാനിവിടെ 3 ആഴ്ച കഴിഞ്ഞ് വന്ന് സാക്ഷ്യം പറയുകയും ചെയ്തു. ഇപ്പോൾ എനിക്ക് പൂർണ്ണ ആരോഗ്യമാണ്. ഞാൻ ഡോക്ടേഴ്സിനെ കാണാൻ പോകുന്നുണ്ട്. ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ എൻ്റെ കയ്യും കാലും 2 സൈഡും ശക്തമായി പിടിച്ച് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ പറഞ്ഞു ഇപ്പോൾ ഇവനെ കാണുമ്പോൾ എന്താണ് പറയുക, പൂർണ്ണ ആരോഗ്യവാനായ ഒരു മനുഷ്യൻ. പക്ഷേ ഇവൻ്റെ തലയിലിരിക്കുന്നത് എന്താണെന്നുള്ളത് നോക്കണമെങ്കിൽ നമ്മൾ വീണ്ടും സ്കാൻ ചെയ്ത് നോക്കിയാൽ മാത്രമേ അറിയുകയുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇനി ഞാൻ ഒന്നും ചെയ്യുന്നില്ല, എൻ്റെ യേശു പൂർണ്ണമായും സൗഖ്യം തന്നു കഴിഞ്ഞാൽ ഇനി എനിക്കൊന്നും നോക്കേണ്ട കാര്യമില്ല എന്ന് മാത്രം പറഞ്ഞ് ഞാൻ ഇങ്ങനെ അവസാനിപ്പിക്കും. തലയിലെ ട്യൂമറായി വന്നിരിക്കുന്ന ഒരു സഹോദരൻ്റെ ജീവിത സാക്ഷ്യമാണ്. രോഗി ലേപനം സ്വീകരിച്ച് അവസാനമാണ് ഇവിടെ കടന്നു വരുന്നത്. ദൈവമായ കർത്താവ് പറയാണ്, ദൈവം കർത്താവ് തൊട്ടാൽ അവൻ സുഖം പ്രാപിക്കും. കരങ്ങൾ ഉയർത്തിയപ്പോൾ എനിക്ക് മനസ്സിലായ കർത്താവിൻ്റെ കരമാണ് ഉയർന്നിരിക്കുന്നതെന്ന്. അവിടെ കൂടിയിരിക്കുന്ന ഒരുമിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു. പ്രത്യേകമായ യേശുവിൻ്റെ തിരുരക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിച്ച് സുഖപ്പെടുത്തുന്ന പ്രാർത്ഥന കൊടുത്താണ് യാത്രയാക്കിയത്. പിന്നീട് 3-ാമത്തെ ആഴ്ച വരുമ്പോൾ
ഈ ആൾത്താരി വന്ന് ഞാൻ പോലും ഞെട്ടിപ്പോയി. നമ്മൾ ഞെട്ടിപ്പിക്കുന്ന വിധത്തിലാണ് ദൈവം പ്രവർത്തിക്കുന്നത്. ദൈവത്തിൻ്റെ വചനമാണ് ഈ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചത്. വീണ്ടും ഒരു ജന്മം, അത് കർത്താവിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി. കരങ്ങൾ ഉയർത്തിയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താൻ നമുക്ക്. ഹല്ലേലൂയ ഞാൻ പാടിടും യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. ഹല്ലേലൂയ ഞാൻ പാടിടും യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. അന്ന് ആന്റണിയെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇത്രയേ പ്രാർത്ഥിച്ചുള്ളൂ. അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ അന്തോനീസേ, നിന്റെ അത്ഭുതകരമായ കരം അവനിൽ പ്രകടമാകണമേ. വിശുദ്ധന്മാരോട് പ്രാർത്ഥിച്ചാൽ അത്ഭുതം നടക്കും. ഇതാ മറ്റൊരു സാക്ഷ്യം നമുക്ക് കേൾക്കാം. സാക്ഷ്യം പറയുന്നു സിൻസി. എൻ്റെ പേര് സിൻസി, ചിറ്റിശ്ശേരിയിൽ നിന്ന് വരുന്നു. എൻ്റെ മകന് വേണ്ടി സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. അവൻ 3-4 കൊല്ലമായി വിദേശത്തേക്ക് പോകാൻ പരിശ്രമിച്ചിട്ട് ഒന്നും ശരിയാവാതെ എല്ലാം റിജക്ഷൻ വരികയും ഞാൻ ഇവിടെ വന്ന് 7 വെള്ളിയാഴ്ച വ്യാകുല മാതാവിൻ്റെ സമർപ്പണത്തിൽ പ്രാർത്ഥിച്ച് 6ാമത്തെ വെള്ളിയാഴ്ച വിസ ശരിയാകുകയും ഒക്ടോബർ 30-ാം തീയതി അവൻ പോയി നവംബർ 5-ാം തീയതി ജോലിക്ക് കയറുകയും ചെയ്തു. ഒത്തിരി അനുഗ്രഹങ്ങൾ തന്ന ദൈവമാതാവിന് അനേകായിരം കോടാനകോടി നന്ദി. ഞാനിവിടെ സാധിക്കാവുന്ന വെള്ളിയാഴ്ചകളിലൊക്കെ വന്ന് നടമുട്ടുത്തി കയറും. അച്ഛൻ പറയാറുണ്ട്, ദൈവത്തിൽ ആശ്രയിക്കുക, വിശ്വസിക്കുക. അങ്ങനെ ഒത്തിരി അനുഗ്രഹം തന്ന ദൈവമാതാവിന് കോടാനകോടി നന്ദി. കൈകളടിച്ച് കത്താറുന്നത്. ഒരു കാര്യം ഞാൻ വെളിപ്പെടുത്തട്ടെ. മാരകമായ പാപത്തിൽ അടിമപ്പെട്ടവർ മാനസാന്തരപ്പെടുത്താൻ കൊച്ചുകുട്ടികൾ മുട്ടുകുത്തി പ്രാർത്ഥിച്ചാൽ മതി. എന്താ പറഞ്ഞത്? മാരകമായ പാപങ്ങളിൽ നിന്ന് വിട്ടുമാറാത്ത ആളുകൾക്ക് കൊച്ചുകുട്ടികൾ മുട്ടുകുത്തി പ്രാർത്ഥിച്ചാൽ അത്ഭുതം നടക്കുമെന്ന്. അത് നമ്മുടെ നിശ്ചയം കേട്ടു. അവൾ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. അവളുടെ നിയോഗങ്ങൾ സഫലമടിഞ്ഞതിൻ്റെ സാക്ഷ്യമാണ് കേട്ടത്. ഇതാ നമുക്ക് കർത്താവ് കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. നമുക്ക് യേശുനാമത്തെ അനുഗ്രഹിക്കാം. ഹല്ലേലൂയ ഞാൻ പാടിടും യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. ഹല്ലേലൂയ ഞാൻ പാടിടും യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. ഇതാ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ആരാന്ന് നോക്കിയേ. അവൻ്റെ ഇരിപ്പൊക്കെ നോക്കിയേ. ഇത് സഹനപ്പൂക്കളിലെ ഒരു സഹനപ്പൂവാണ്. എന്താണ് സഹനപ്പൂക്കൾ എന്ന് പലർക്കും അറിയില്ല. ഇവിടെ ഇതുപോലെയുള്ള 100 പേര് ഈ വർഷം നമ്മൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. കട്ടിൽ, കാലുണ്ട്, നടക്കാൻ പറ്റില്ല. കൈയുണ്ട്, അനക്കാൻ പറ്റില്ല. കിടക്കാൻ പറ്റില്ല. മനുഷ്യൻ ഇരിക്കുകയാണോ കിടക്കാണോ എന്ന് നിങ്ങൾ നോക്കിയേ. ബിൻഡോ ആണ് ഇരിക്കുന്നത്. ഇതുപോലെയുള്ള 72 പേരെ സഹായിച്ചാണ് യേശുദാസ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കർത്താവേ, ആ വചനം പൂവണിഞ്ഞതാണ്. എളിയവർക്ക് വേണ്ടി 3 ദിവസം അവൻ്റെ ആംബുലൻസും അവൻ്റെ സമയവും ആരോഗ്യം കൊടുത്തു കഴിഞ്ഞപ്പോൾ കർത്താവ് 30 വർഷക്കാലം അടഞ്ഞുപോയ തൻ്റെ ഭാര്യയുടെ ഗർഭപാത്രം തുറന്നു കൊടുത്ത് ആ കുഞ്ഞിനാണ് നേരത്തെ കണ്ടത്. അവരെ സഹായിച്ച, ഇവരെ പോലെയുള്ളവരെ സഹായിച്ച ഒരു മകനാണ് ഇവിടെ ഇരിക്കുന്നത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇത് കഴിയുമ്പോൾ അവിടെ കട്ടിലിരിക്കുന്നവരുണ്ട്. അടുത്ത ദിവസം ഇവിടെ നിന്ന് ഫാൻസി സേവറിൻ്റെ ശരീരം കാണാൻ ഇങ്ങനെയുള്ള പാർട്ടികളെ കൊണ്ട് പോകുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവരുടെ ഭാഗ്യം നോക്കിയേ. ഞാൻ പോയിട്ടില്ല. അവർ പോകാൻ പോവാണ്. അപ്പോൾ അതിനേക്കാൾ മുമ്പാണ് ഈ കൺവെൻഷനിൽ വന്നിരിക്കുന്നതാണ്. ഇവരെല്ലാവരും കൂടിയുണ്ട്. ബിൻഡോ മോനെ കൊട്ടാ, സന്തോഷമുണ്ടോ? എൻ്റെ പേര് ബിൻഡോ എന്നാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്ര ജനത്തിൻ്റെ ഉള്ളിൽ സാക്ഷി പറയണത്. എനിക്കൊരു വലിയ സന്തോഷം എന്ന് പറയുന്നതിൽ ഞാൻ രോഗാവസ്ഥയിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഈ സമയങ്ങളിലാണ്. കാരണം എൻ്റെ ജീവിതത്തിൽ ഒത്തിരി സഹനങ്ങൾ കടന്നു പോയിട്ടുണ്ട്, ഒത്തിരി രോഗാവസര മേഖലകൾ കടന്നു പോയിട്ടുണ്ട്. എന്നാലും ഞാൻ ഏറ്റവും കൂടുതൽ ആ സമയങ്ങളിലൊക്കെ ഞാൻ ഈശോനെ തള്ളി പറഞ്ഞ നിമിഷങ്ങളാണ് കൂടുതലുണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എൻ്റെ ഈശോ സ്നേഹിക്കുന്നത് ഒട്ടും മനസ്സിലായില്ല. കാരണം അതങ്ങനത്തെ ഒരു സാഹചര്യമായിരുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ ഒരു ദിവസം മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ,
നമ്മൾ സ്വന്തം അമ്മയോട് പറയുന്ന പോലെ ഞാനും മാതാവിനോട് എണ്ണി പറക്കി പറഞ്ഞു. അപ്പോൾ മാതാവ് ഇതൊക്കെ ഒരു കുപ്പിയിൽ ശേഖരിക്കുന്ന മാതിരി നമ്മുടെ വേദനകൾ കണ്ണീര് ശരിക്കും ശേഖരിച്ച് വെച്ചു. നമുക്കത് മനസ്സിലായില്ല. പിന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ വീട്ടിലത്തെ സാഹചര്യം ഇങ്ങനെയാണ്, പുറത്തേക്ക് ഇറങ്ങണം, കാരണം അമ്മച്ചിയുടെ സാഹചര്യം ഇങ്ങനെയാണ്, രോഗാവസ്ഥയാണ്, പുറത്തേക്ക് ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സ്വന്തം അമ്മയെ പോലെ നമ്മൾ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു. ഒരു സുപ്രഭാതത്തിൽ എന്നെ പുറത്തേക്ക് ഇറക്കാണ്. കാരണം രോഗാവസ്ഥയിൽ പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ പരിശുദ്ധ അമ്മ എന്നെ പുറത്തേക്ക് ഇറക്കി. 19 വയസ്സിൽ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇപ്പം എനിക്ക് 37 വയസ്സായി. ഇതുവരെ ഞാൻ എൻ്റെ പുനർജീവൻ ആശ്രമത്തിലാണ് ഞാൻ നിൽക്കുന്നത്. എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നെ ഇറക്കിയ ആ യാത്ര ആത്മീയമായിട്ടുള്ള യാത്രയായിരുന്നു. അത് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ഓരോ നമ്മൾ വ്യക്തിപരമായിട്ടിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവുന്നത്. ഞാൻ അന്ന് ഒത്തിരി വേദനിച്ചിട്ടുണ്ടായിരുന്നു. കുടുംബ സംബന്ധമായിട്ടൊക്കെ ഒറ്റപ്പെട്ടു പോയി മേഖലകളും മരണത്തോട് കൂടുതൽ ആഗ്രഹിച്ചു പോയ സമയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ഞാൻ ബ്ലേഡ് എടുത്ത് മുറിയാൻ നിന്നപ്പോൾ ഒരു പേടി വന്നപ്പോൾ ഞാനവിടെ വെച്ചു. അന്ന് ഞാൻ മുറിച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈശോയുടെ പ്ലാനും പറ്റി ഇതൊക്കെ എന്നിലൂടെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ ഈശോയ്ക്ക് ഒത്തിരി വിഷമമായി പോയേനെ. ഇന്ന് ഞാൻ അതിനോട് ഈശോയോട് ഒത്തിരി നന്ദി പറയുക. അന്ന് ഞാൻ മരണത്തോട് ചിന്തിച്ച് പോയി അത് മുറിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഈശോയ്ക്ക് ഒത്തിരി വിഷമമായി തന്നെ. പിന്നെ ഞാൻ മാതാവിനോട് ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഏറ്റവും കൂടുതൽ ഞാൻ പ്രാർത്ഥിച്ചത് ശരിക്കും പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ പറഞ്ഞ മാതിരി ആദ്യത്തെ എൻ്റെ ശുശ്രൂഷ യാത്ര വിശുദ്ധനെ കാണാനായിരുന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് ഒറ്റയ്ക്ക് ഇരുന്ന് പറഞ്ഞു, മാതാവിനൊരു പ്രത്യേകത ഉണ്ട്, എന്ത് ചോദിച്ചാലും മാതാവ് തരും. അത് ചിലപ്പോൾ പെട്ടെന്നായിരിക്കും, ചിലപ്പോൾ കുറേ നാൾ കഴിഞ്ഞിട്ടായിരിക്കും, ചിലപ്പോൾ 2 ആഴ്ച കഴിഞ്ഞിട്ടായിരിക്കും. ഞാൻ ഒറ്റയ്ക്ക് കുടുംബ പ്രാർത്ഥനയ്ക്ക് മുപ്പാട് ഞാൻ മാതാവിൻ്റെ ചേച്ചിൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഞാൻ പറയും, മാതാവേ എന്നെ കൊണ്ടുപോകാൻ ആരുമില്ല, എൻ്റെ കൂട്ടുകാരന്മാരൊക്കെ പോകാമെന്ന് നിൽക്കുക വിശുദ്ധനെ കാണാനായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവേ എന്നെ കൊണ്ടുപോകാൻ ആരുമില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നെ നോക്കുന്ന മാത്യൂസ് ബ്രദർ അപ്പം പറഞ്ഞു, പിറ്റേ ദിവസം പറഞ്ഞു, നമുക്ക് വിശുദ്ധനെ കാണാൻ പോയാലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഒറ്റയടിക്ക് ശരി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ 6 പേരും കൂടി വിശുദ്ധനെ കാണാൻ പോയി. ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പരിശുദ്ധമ്മയോട് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടാത്തതൊന്നുമില്ല. കാരണം എൻ്റെ കൂട്ടുകാരൻ്റെ ട്രെയിൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നു, ഞങ്ങളുടെ ട്രെയിൻ അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നു. അതാണ് മാതാവിൻ്റെ പ്രത്യേകത. കൊണ്ടുപോകുമെന്ന് പറഞ്ഞാൽ കൊണ്ടുപോയിരിക്കും. അന്ന് ഞാൻ വിശുദ്ധൻ്റെ അടുത്ത് കുറേയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്നും ഓർമ്മയില്ല. എന്നിട്ട് മാതാവിനോട് ചോദിച്ചു, മാതാവേ ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിക്കണം, ആരാധനയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിക്കണം, ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കണം, അങ്ങനെയൊക്കെ മാതാവിനോട് പറഞ്ഞു. ശരിക്കും പറയാൻ വെച്ച് കഴിഞ്ഞാൽ മധ്യപ്രദേശ് ഇവിടെ ഇത്രയും ആരാധന സ്ഥലം ഉണ്ടായിട്ട് പോലും എന്നെ കൊണ്ടുപോയത് മധ്യപ്രദേശ് ഒരു കാടിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ ഈശോനെ ഇടുന്നുള്ളിൽ വെച്ചിട്ട് അവിടെ ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കുകയായിരുന്നു. ആ പ്രാർത്ഥനയുടെ ഇടയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈശോയെ നാട്ടിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ദിവികാരുണ്യ ആരാധനയിൽ ഇരിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അച്ഛൻ സകനപ്പൂക്കളുടെ മേഖലകളിലുള്ള ഒരു ശുശ്രൂഷ തുടങ്ങാൻ പോകാമെന്ന് പറഞ്ഞു. അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമായതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ആ ആരാധനയിലിരുന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈശോയെ എനിക്ക് ഈശോനെ ആരാധിക്കണം, ഈശോനെ കുറച്ച് നേരം ഇരിക്കണം എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ വ്യാഴാഴ്ച ദിവസം സകനപ്പൂക്കളുടെ ആരാധന. അത് ശരിക്കും പറയാൻ വെച്ച് കഴിഞ്ഞാൽ അന്ന് നമ്മൾ അവിടെ ഇരുന്ന് കരഞ്ഞു പോയ കാര്യങ്ങളൊക്കെ ദൈവം ഈ നിമിഷം വരെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേമാതിരി എൻ്റെ വീട് പണിയുടെ മേഖലകൾ ശരിക്കും ഇവിടെ വെള്ളം കയറിയപ്പോൾ എനിക്ക് എൻ്റെ വീട് പണി എന്ന് പറഞ്ഞാൽ സ്പോൺസർമാരുടെ കമ്പനിയൊക്കെ നഷ്ടത്തിലേക്ക് വെള്ളം കയറി. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, എടാ എല്ലാ സാധനങ്ങളും ഒരുക്കി തരൂടാന്ന് പറഞ്ഞിട്ട് അച്ഛൻ കൈ പോയി. ഞാൻ തറര അവിടെ ഇരുന്നിട്ട് പരിശുദ്ധമ്മയോട് പറഞ്ഞു, പരിശുദ്ധമ്മേ അമ്മ കാനായിലെ കല്യാണത്തിന് കുറവ് കണ്ട് ആ കുടുംബത്തിൽ ഇടപെട്ടതുപോലെ എൻ്റെ കുടുംബത്തും എൻ്റെ ഭവന മേഖലയിൽ ഇടപെടണമെന്ന് പറഞ്ഞു. ഞാൻ പോലും അറിയാതെ ചെറിയൊരു സർജറി എൻ്റെ വായിൽ വന്നു. എനിക്കൊന്നും മനസ്സിലായില്ല സർജറി അത്. ഞാൻ സർജറി വായിലൊരു മാംസം വന്നു. ഞാൻ പോയി ഉച്ചയാകുമ്പോഴേക്കും എൻ്റെ സർജറിയൊക്കെ കഴിഞ്ഞ് ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പോലും പറഞ്ഞാറ് എൻ്റെ വീട്ടിൽ എൻ്റെ പണിയാനുള്ള സാധനങ്ങൾ എൻ്റെ മുറ്റത്ത് കിടക്കുന്നുണ്ട്. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ബിൻഡോയുടെ ഏറ്റവും വലിയ സന്തോഷം വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ഇവിടെ കുറച്ച് പേര് ഇവിടെ ഇരിക്കുന്നുണ്ട്. ബസ് ദേഹത്ത് കയറി ജീവൻ കൊടുത്ത ആൾ, മരം വെട്ടി ഒരാളെ സഹായിക്കാൻ പോയതിൻ്റെ പേരിൽ ചക്ക പറിച്ച് ചക്കയോടൊപ്പം താഴെ വീണ് നട്ടിലൊടിഞ്ഞ് അങ്ങനെയുള്ള ആൾക്കാരാണ് അത് അവിടെ ആ കസേരയിലും അത് വീൽ ചെയറിലും ആ കട്ടിലും കിടക്കുന്നത്. ബിൻഡോ കിടക്കുന്നത് കണ്ടില്ലേ? ബിൻഡോ കിടക്കുന്നത് കരിങ്കല്ലിൻ്റെ പുറത്താണ്. അവൻ നടന്നു നീങ്ങിയത് കണ്ടില്ലേ? അവൻ എടുത്ത് വെച്ച് ആ കൊച്ചുമുറിയിലേക്ക് കിടക്കാണ്. അതിനകത്ത് പാമ്പ് വരുന്നുണ്ടോ, തേള് ഇതൊന്നും അവരറിയുന്നില്ല. വന്നു കഴിഞ്ഞാൽ തന്നെയും ഒന്നും ചെയ്യാൻ പറ്റില്ല.
അവിടെ ഒന്ന് വരെ ഉദ്ധരിക്കാൻ വരും. അവരൊക്കെ അവിടെ സുഹൃത്തുക്കളാണ് എന്ന് പറയുന്നത്. പിന്നോ ഞങ്ങളുണ്ടോ അവൻ്റെ മുഖത്ത് വിരിയുന്ന പുഞ്ചിരിയും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സന്തോഷവുമാണ് സഹനപ്പൂക്കളെ ഓരോ വർഷം ഇവിടെ ധാരാളം പേര് ഇവരെ സഹായിക്കുന്നുണ്ട്. ഓരോ വർഷം തോറും ഇവരൊറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ, ഞങ്ങൾക്ക് ഒരുമിച്ചൊന്ന് കൂടണം. 3 ദിവസം കൊണ്ടുവന്ന് അവർക്ക് ചെറിയൊരു ശുശ്രൂഷയൊക്കെ നടത്തി ചെറിയ സമ്മാനമൊക്കെ കൊടുത്ത് പോകുന്ന സമയത്ത് അവിടെ മുഖത്ത് വിരിയുന്ന സന്തോഷമാണ് യേശുവിൻ്റെ പുഞ്ചിരി. നമുക്ക് ബിൻഡയെ പോലുള്ള അവിടെ ഇരിക്കുന്ന 100ഓളം വരുന്ന എൻ്റെ സഹനപ്പൂക്കൾ എല്ലാവരെയും ഞാൻ ഓർത്തുകൊണ്ട് കയ്യിലടിച്ച് ബിൻഡയോട് നമുക്ക് നന്ദി പറയാം. സഹനപ്പൂക്കളോട് നന്ദി പറയാം. കർത്താവോട് ചേർന്ന് പാട്ടുപാടി കർത്താവിനെ മഹത്വപ്പെടുത്തി കർത്താവിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. യേശുവെ നന്ദി. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ.